മഹിയേട്ടാ, കേട്ടില്ലേ? ഒന്നും ആലോചിക്കാതെ എൻ്റെ കുട്ടി ഇറക്കി വിട്ടില്ലേ? വസുന്ധര കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വിശ്വനാഥൻ എന്താ ഒന്നും പറയാത്തത്? നാട്ടിലെ മുതിർന്ന കാരണവനായ നാരായണൻ പിള്ള പറഞ്ഞു. നാളെ തന്നെ ഈ വീട്ടിലെൻ്റെ മകനും അവൻ്റെ പെണ്ണും ഉണ്ടാവും. തീരുമാനിച്ചുറപ്പിച്ചിരുന്ന തീയതിയിൽ തന്നെ വിവാഹവും ഉണ്ടാവും. വിശ്വനാഥൻ ഉറപ്പോടെ പറഞ്ഞു. ഞാൻ സമ്മതിക്കില്ല, കാർത്തിക പറഞ്ഞു. നിന്റെ സമ്മതം ആർക്ക് വേണവടി? കുടുംബക്കലയ്ക്ക്, വിശ്വനാഥൻ്റെ ചേച്ചി വിമല പറഞ്ഞു. കാർത്തിക ചവിട്ടിക്കുലുക്കിക്കൊണ്ട് ഇറങ്ങിപ്പോയപ്പോൾ മറ്റുള്ളവരും എഴുന്നേറ്റ് പോയി. ആര്യൻ വിശ്വനാഥനെ നോക്കി. തൻ്റെ സാമ്രാജ്യം തിരികെ പിടിക്കാൻ റാണിമുത്ത് രാജാവ് തിരികെ വരില്ല അമ്മാവ. വരുത്താൻ ഞാൻ അനുവദിക്കില്ല. ഗൗരി അവൾ എൻ്റെതാ, എൻ്റേത് മാത്രം. ആര്യൻ ഗൂഢമായി പറഞ്ഞിറങ്ങിപ്പോയപ്പോൾ വിമല വിശ്വനാഥനെ നോക്കി. ധനന് ദേവിയല്ലേ ഇഷ്ടം? ഇവരിത് എന്താണ് ഈ പറയുന്നത്? അവന് ഭ്രാന്താണ് ചേച്ചി. അവനിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ചേച്ചിയുടെ അനുജിത്തിയുടെ അടുത്തുണ്ടാവും അവൻ, അവൻ്റെ അമ്മൂട്ടിയുടെ അടുത്ത്. ആ, എങ്കിലിനി അവനെ നോക്കണ്ട. അല്ലട വിശ്വ, ദേവിയെയും കൊണ്ട് അവൻ തിരിച്ചു വന്ന ഗൗരിയുടെ കാര്യം എന്താവും? അവൾ ഇവിടെ നിൽക്കും. ആ ഇറങ്ങിപ്പോയവൻ്റെ അടുത്ത് ഈ കൊച്ചിനെ കിട്ടിയാൽ അവൻ എന്ത് ചെയ്യും? ഗൗരിക്ക് ദൈവം ഒന്ന് തീരുമാനിച്ചു കാണും ചേച്ചി. സത്യത്തിൽ ദേവിയായിരുന്നില്ല, ഗൗരിയായിരുന്നു ഈ വീട്ടിലെ മരുമകളായി വരേണ്ടതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ആ, വിധി പോലെ നടക്കട്ടെ, വിശ്വനാഥൻ പറഞ്ഞുകൊണ്ട് മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. അംബിക ധനനെയും ദേവിയെയും ഗൗരവത്തിൽ നോക്കി. എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? എന്തുദ്ദേശം? കണ്ണ, കല്യാണം കഴിയാതെ തന്നെ നിങ്ങൾ ഒരുമിച്ച് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ കാർത്തിക പടപ്പുറപ്പാട് തുടങ്ങിക്കാണും. 2 മക്കളെയും കൊണ്ടുപോയത് നീയാണ്. അവരൊക്കെ അന്വേഷിച്ച് വരുന്നതിന് മുൻപ് ദേവിയുടെ കഴുത്തിൽ നീ താലി കെട്ടണം ധന. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ദേവിയുടെ നല്ലതിനു വേണ്ടിയാണ് പറയുന്നത്. അംബിക പറഞ്ഞപ്പോൾ ദേവി തന്നെ നോക്കി. അവൻ എന്തോ ആലോചനയിലായിരുന്നു. ഉടനെ തന്നെ ഫോൺ എടുത്ത് പുറത്തേക്ക് പോകുന്നതും കണ്ടു. ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് ഉടനെ താലികെട്ട് നടത്താം. കാര്യങ്ങൾ അപ്പച്ചി പറഞ്ഞതുപോലെ തന്നെ പോവുകയാണ്. നാട്ടിൽ മുഴുവൻ കാര്യങ്ങൾ അറിഞ്ഞു. ഗൗരിയല്ല, ദേവിയാണ് ഞാൻ വിവാഹം കഴിക്കുന്നതെന്നറിഞ്ഞ ആര്യൻ ഗൗരിയുടെ ജീവിതത്തിൽ വീണ്ടും വരും. ഇനി അവനെ തടഞ്ഞു നിർത്തുന്നതിന് എനിക്ക് പരിമിതികളുണ്ട്, ധനൻ ഗൗരവത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും മുറ്റത്തൊരു കാറ് വന്നു നിന്നു. ദേവി എത്തി നോക്കി പകപ്പോടെ നിന്നുപോയി. കുറച്ചു കഴിഞ്ഞ് അവൻ തിരിച്ചു വന്ന് അംബികയെ നോക്കി. അപ്പച്ചി, മേലെടുത്ത കാറാണ്. ധനൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കാറിൽ നിന്ന് വിശ്വനാഥനും മാഷും വസുന്ധരയും ഇറങ്ങി. ദേവി ഓടിപ്പോയി മാഷിൻ്റെ നെഞ്ചോട് ചേർന്നു. മാഷ് അവളെ ചേർത്ത് പിടിച്ചു. അംബിക സ്തംഭിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് തൻ്റെ അനുജൻ മുന്നിലേക്ക് വരുന്നത്. വിശ്വനാഥൻ ധനനെ ഒന്ന് നോക്കി. ധനൻ തിരികെയും. വസുന്ധര അവനെ കെട്ടിപ്പിടിച്ച് കണ്ണ് നിറച്ചു നോക്കി. ധനൻ അവരെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയപ്പോൾ അംബിക സാരിത്തുമ്പ് വായിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് സോഫയിൽ ഇരിക്കുകയായിരുന്നു. വിശ്വനാഥൻ ചേച്ചിയെ നോക്കി. പരസ്പരം കണ്ണുകളടഞ്ഞപ്പോൾ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. മാഷ് അംബികയെ നോക്കി. ഉള്ളൊന്ന് പിടഞ്ഞു. കയ്യെത്തും ദൂരത്ത് തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ പ്രണയവും ജീവിതവും. ചേച്ചി, വസുന്ധര അംബികയുടെ അടുത്തേക്ക് പോയി കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് വിളിച്ചു. മക്കളെ കൊണ്ടുപോകാനാണോ വന്നത്? അതെ, സത്യങ്ങൾ എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ധനൻ്റെയും ദേവിയുടെയും വിവാഹം ഉറപ്പിച്ച മുഹൂർത്തത്തിൽ അതേ മണ്ഡപത്തിൽ വെച്ച് തന്നെ നടത്താനാണ് ഏട്ടൻ്റെ തീരുമാനം. പക്ഷേ പരസ്യമായി വിവാഹം നടത്താൻ കാർത്തിക ചേച്ചി സമ്മതിക്കില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തറവാട്ടമ്പലത്തിൽ വെച്ചൊരു താലിചാർത്ത് നടത്തിയിട്ട് പിന്നെ റിസപ്ഷൻ നടത്താമെന്ന് കരുതി, വസുന്ധര പറഞ്ഞപ്പോൾ ധനൻ അച്ഛനെ നോക്കി. പതിവ് ഗൗരവം തന്നെയാണ് മുഖത്ത്. അച്ഛൻ്റെ മനസ്സിൽ എന്ത് ഫീലിങ്സ് ഉണ്ടെങ്കിലും അത് പുറമേ കാണിക്കാറില്ല. ദേവി നാണത്തോടെ അംബികയുടെ പിന്നിൽ നിന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു ഇല്ലേ? പക്ഷേ വേറൊരു പെണ്ണുണ്ട്. അവളുടെ ജീവിതത്തിന് നിങ്ങൾ എന്ത് തീരുമാനമെടുത്തു? അംബിക ചോദിച്ചപ്പോൾ മാഷ് തല കുനിച്ചു. ഗൗരിയെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല ചേച്ചി. ആര്യൻ വെറുതെ ഇരിക്കില്ല. ഇനിയും അവന് പന്ത് തട്ടാൻ ആ കുട്ടിയെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. കാർത്തിക ചേച്ചി അവളെ വീട്ടിൽ നിർത്തില്ല. നിർത്തിയാലും ആര്യൻ്റെ തലയിൽ അവളെ കെട്ടിവെക്കാൻ നോക്കും, വസുന്ധര പറഞ്ഞു. ഗൗരിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. PSCയിൽ നിന്നുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇന്നലെ പോസ്റ്റ് ഓഫീസിൽ പോയി ഞാൻ വാങ്ങിയിട്ടുണ്ട്. വെള്ളായണി ഹൈസ്കൂളിൽ സോഷ്യൽ സയൻസ് ടീച്ചറായിട്ടാണ് നിയമനം. മാഷ് ബാഗിൽ നിന്നും ലെറ്റർ എടുത്തുകൊണ്ട് പറഞ്ഞപ്പോൾ ഗൗരി റൂമിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്ന് കണ്ണു നിറച്ച് ചിരിയോടെ അച്ഛനെ നോക്കി. മറ്റുള്ളവർക്കും അത് സന്തോഷമായിരുന്നു. മാഷ് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മാപ്പ്, മക്കളെ സംരക്ഷിക്കാൻ കഴിയാതെ പോയൊരു അച്ഛനായിപ്പോയി ഞാൻ, മാഷ് അവളുടെ നെറുകയിൽ പുണർന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അവരുടെ തീരുമാനം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. ധനൻ കൈകെട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ അവനെ നോക്കി.
ആരും ഒരു വാക്കുപോലും ചോദിച്ചറിയാതെ സത്യം മനസ്സിലാക്കാതെ ആ പെരുമഴയെ തിറക്കി വിട്ടതല്ലേ ഞങ്ങളെ. സ്വന്തം അച്ഛൻ പോലും വിശ്വസിച്ചില്ല മകൻ തെറ്റ് ചെയ്യില്ലെന്ന്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞാലും ഞാനും ദേവിയും മേലിടത്തേക്ക് വരില്ല. വിശ്വനാഥൻ അവനെ തറപ്പിച്ചു നോക്കി. ധന, വസുന്ധര അവനെ വിളിച്ചപ്പോൾ ധനൻ അമ്മയെ നോക്കി. അവിടുന്ന് ഇറങ്ങിപ്പോന്നിട്ട് ഒരാൾ പോലും എങ്ങോട്ട് പോയി എന്ന് ഇവൾ പോലും വിളിച്ചന്വേഷിച്ചില്ല. അവിടെയാണ് ഞാൻ ബന്ധങ്ങളുടെ വില തിരിച്ചറിഞ്ഞത്. ഇവിടെ വന്നിട്ട് ജോലിക്ക് ഒരുപാട് ശ്രമിച്ചു. ഒടുവിലൊരു ജോലി കിട്ടുകയും ചെയ്തു. ഇനി അവരോട് ചതി കാണിക്കാൻ എനിക്ക് പറ്റില്ല. കുറച്ചു കാലം ഇവിടെ നിൽക്കാനാണ് എൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടെ വരുന്നില്ല. ഉറച്ചതായിരുന്നു ധനൻ്റെ വാക്കുകൾ. ശരി, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാട്ടെ. പക്ഷേ വിവാഹം ഉടനെ ഉണ്ടാവണം. അതും നാട്ടിൽ വെച്ച് തന്നെ. നാട്ടുകാർ മുഴുവനും സാക്ഷിയാവണം ആ വിവാഹത്തിന്. അതുവരെ ദേവിയെ ഇവിടെ നിർത്തി നീ ഞങ്ങളുടെ കൂടെ വരണം. അടുത്ത ആഴ്ചയാണ് വിവാഹം. വിവാഹം കഴിയാതെ രണ്ടുപേരും ഒരിടത്ത് താമസിക്കുന്നത് ശരിയല്ല. അത് പറ്റില്ലച്ചാ. 3 സ്ത്രീകളെ ഇവിടെ തനിച്ച് നിർത്തി ഞാൻ അവിടെ വരില്ല. അച്ഛൻ മുഹൂർത്തം കുറിച്ച് എല്ലാം തീരുമാനിച്ചോളൂ. ഞങ്ങൾ വരാം. വിശ്വനാഥൻ ചേച്ചിയുടെ അടുത്തേക്ക് വന്നു. ചേച്ചി. വർഷങ്ങൾക്ക് ശേഷം അനുജൻ്റെ ആ വിളി കേട്ട് അംബിക പൊട്ടിക്കരഞ്ഞുപോയി. ഇവൻ്റെ അപ്പച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ചേച്ചി വേണം കാര്യങ്ങൾ നടത്താൻ. മേലിടത്തേക്ക് തിരിച്ചു വരണം ഇവർക്കൊപ്പം. വിശ്വൻ കണ്ണ് തുടച്ചുകൊണ്ട് തിരിഞ്ഞ് ഗൗരിയെ നോക്കി. ഇവിടുന്ന് തന്നെ ജോലിക്ക് പോകാൻ 1 മണിക്കൂറുള്ളൂ. അതാണ് നല്ലത്. നാട്ടിലേക്ക് തിരികെ വരരുത്. ആര്യൻ എന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയത്. നിന്നെ ആർക്കും അവൻ കൊടുക്കില്ലെന്ന്. വിശ്വനാഥൻ അതും പറഞ്ഞ് കാറിൽ കയറിയിരുന്നു. മാഷ് 2 മക്കളെയും ചേർത്ത് പിടിച്ച് യാത്ര പറഞ്ഞു. പിന്നെ അംബികയെ നോക്കി. ചതിയുടെ കഥ തിരിച്ചറിഞ്ഞത് മക്കളുടെ ജനനശേഷമാണ്. മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്ത് കാണുമെന്ന് കരുതിയായിരുന്നു ജീവിച്ചത്. മാപ്പ് എല്ലാത്തിനും. മാഷ് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയപ്പോൾ അംബികയുടെ തൊണ്ടയിൽ ഒരു കനം നിറഞ്ഞു. അകത്ത് കിടന്ന അർജുൻ ഇവരുടെ സംഭാഷണങ്ങളൊക്കെ കേട്ടെങ്കിലും കാര്യമൊന്നും അവന് മനസ്സിലായിരുന്നില്ല. അവർ പോയി കഴിഞ്ഞപ്പോൾ അംബിക ധനനെ നോക്കി. അവൻ എന്തോ വലിയ ആലോചനയായിരുന്നു. കണ്ണ്, എന്താ നിന്റെ തീരുമാനം? അർജുൻ ഇവിടെയുള്ള കാര്യം അവർക്കറിയില്ലല്ലോ. വിവാഹം കഴിഞ്ഞ് ഇവിടെ തന്നെ നിൽക്കാം. അർജുനൊന്ന് ഓക്കെ ആകുന്നവരെ അതല്ലേ നല്ലത്. അവനെ ഇവിടേക്ക് ഞാനായിട്ട് കൂട്ടിക്കൊണ്ടുവന്നു ഉപേക്ഷിച്ചു പോകുന്നത് പോലെ ആകില്ലേ. കുറച്ചുനാൾ ഇവിടെ നിൽക്കാൻ തന്നേട്ടാ. അമ്മ വെറുതെ ഇരിക്കില്ല. ആര്യനും ചേച്ചിയെ തേടി എവിടെയാണെങ്കിലും അയാൾ വരും. ദേവി മനസ്സിലുള്ള ആധി പുറത്തു പറഞ്ഞു. വരട്ടെ, ആലോചിക്കാം. അർജുൻ ഉണർന്നോ? ഉവ്, ഞാൻ കണ്ടു. ഗൗരി പെട്ടെന്ന് മറുപടി പറഞ്ഞു. എങ്കിൽ ഞാൻ പോയി ചായ എടുക്കാം. ദേവി എണ്ണീറ്റ് അടുക്കളയിൽ പോയപ്പോൾ അപ്പോയിൻമെൻ്റ് ലെറ്റർ നോക്കിക്കൊണ്ട് ഗൗരി സോഫയിലിരുന്നു. ഇവിടുന്ന് നല്ല യാത്രയുണ്ട് ഗൗരി. എങ്ങനെയാണ് നിന്റെ തീരുമാനം? ആലോചിക്കാൻ തന്നേട്ടാ, ഗൗരി മറുപടി പറഞ്ഞു. അർജുനെ ബെഡിൽ താങ്ങിയിരുത്തി കൊടുത്തിട്ട് ധനൻ ചായ തണുപ്പിച്ചു കൊടുത്തു. ആരൊക്കെയോ വന്നിരുന്നു അല്ലേ? ആരൊക്കെയോ അല്ലടോ, ഞങ്ങളുടെ വീട്ടുകാരാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒക്കെ വഴിയേ പറയാം. തനിക്ക് ബാത്റൂമിലോ മറ്റോ പോകണോ? ഇപ്പം പോകണ്ട. പക്ഷേ മേലാകെ മുഷിഞ്ഞു തുടങ്ങി. അർജുൻ വല്ലായ്മയോടെ പറഞ്ഞു. ഞാൻ തുടച്ചു തരാം. ഗൗരി ചൂടുവെള്ളം എടുത്തു വെക്ക്. അംബിക പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. അമ്മൂട്ടി എവിടെ പോയിരുന്നേ? ഞാൻ തുടച്ചു കൊടുക്കാം. വയ്യാത്ത കാലും വെച്ച് നടക്കാതെ, ധനൻ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അംബിക ഒരു ചിരിയോടെ തലയാട്ടി. ഗൗരി ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി കൊണ്ടുവച്ചിട്ട് പുറത്തേക്ക് പോയി. തനിക്ക് ഡ്രസ്സൊന്നുമില്ലല്ലോ? ഇല്ല, ഇത് 2 ഫ്രണ്ട്സ് കൊണ്ടുവന്നതാ. ഡ്രസ്സൊക്കെ വീട്ടിലിരിക്കുക. തൽക്കാലം എൻ്റേതിടാം, പിന്നെ വീട്ടിൽ പോയി എടുക്കാം. ധനൻ മേല് തുടച്ചിട്ട് അവൻ്റെ ഒരു ടീഷർട്ടും മുണ്ടുമെടുത്ത് ഉടുപ്പിച്ചു കൊടുത്തു. ധനൻ പുറത്തേക്ക് പോയപ്പോൾ അർജുൻ നെടുവീർപ്പോടെ കടന്നു. ഇത്രയും നാളും തൻ്റെ കൂടെ നിന്ന കൂട്ടുകാർ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. കുറച്ചു സമയം മാത്രം കണ്ട് പരിചയമുള്ള കുറച്ചു പേർ തന്നെ യാതൊരു ബന്ധവുമില്ലെങ്കിലും നന്നായി നോക്കുന്നു. തൻ്റെ പണത്തിന് മാത്രമായിരുന്നു അവർക്കൊക്കെ ആവശ്യം. എന്താ ആലോചിക്കുന്നേ? ഗൗരിയുടെ ശബ്ദമാണ് അർജുനെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. അർജുൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഏയ്, ഞാൻ വെറുതെ ഓരോന്ന്. ദാ ഇത് കഴിക്ക്. തൊടിയിൽ നിന്ന് നാടൻ മാങ്ങയാ. കഷ്ണങ്ങളായി മുറിച്ചു കൊണ്ടുവന്ന മാങ്ങ നോക്കി അവൾ പറഞ്ഞു. അർജുൻ ഒടിഞ്ഞ കയ്യിലേക്ക് നോക്കി. സ്പൂൺ തരുമോ? ഇല്ല, അല്ലാതെ കഴിക്കണം. അർജുൻ അവളെ വല്ലായ്മയോടെ നോക്കി. ഗൗരി ഒരു ചിരിയോടെ അവൻ്റെ അടുത്തിരുന്ന് ഒരു കഷ്ണം അവൻ്റെ വായുടെ നേരെ നീട്ടി. അർജുൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. വാ തുറക്കും മാഷേ. അർജുൻ അറിയാതെ വാ തുറന്നു കൊടുത്തു. മധുരമുണ്ടോ? നിങ്ങളുടെയൊക്കെ സ്നേഹം പോലെ മധുരമുള്ളത്. ഗൗരി അവനെ നോക്കി കണ്ണു ചിമ്മി. ദേവി വാതിലിൻ്റെ അവിടെ നിന്ന് ചെറുചിരിയോടെ ആ കാഴ്ച നോക്കി. അപ്പോഴാണ് ധനനും അവിടേക്ക് വന്നത്. നോക്ക് ധനേട്ട, ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം ചേച്ചിയൊന്ന് മനസ്സ് തുറന്ന് ചിരിക്കുന്നത് പോലും ഇപ്പോഴായിരിക്കും. ആര്യൻ്റെ ബന്ധനമില്ലാതെ ചേച്ചി ഇന്ന് സ്വതന്ത്രയാണ്. ദേവി പറഞ്ഞപ്പോൾ ധനനും തലയാട്ടി. ഇയാളെ വിശ്വസിക്കാമോ ഏട്ടാ?
ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട പരിചയം മാത്രമല്ലേ നമുക്കുള്ളൂ. ദേവി ഉള്ളിലുള്ള കാര്യം തുറന്നു പറഞ്ഞു. ചിലരെയൊക്കെ നമുക്ക് ഒരിക്കൽ മാത്രം കണ്ടാൽ മതി മനസ്സിലാകാൻ. പക്ഷേ ചിലരുടെ മനസ്സ് സമുദ്രം പോലെയാണ്. ഉള്ളിലേക്ക് പോകുന്തോറും ആഴവും കൂടും, മർദ്ദവും കൂടും. നമ്മളെ തന്നെ പൊട്ടിത്തെറിപ്പിക്കാൻ അതിന് കഴിഞ്ഞെന്ന് വരും. പക്ഷേ അർജുൻ ഒരു കായൽപ്പരപ്പ് മാത്രമാണ് ദേവി. ആരോരുമില്ലാത്തതിൻ്റെ വേദനയും സങ്കടവും അവൻ്റെ കണ്ണിൽ ഞാൻ കണ്ടതാണ്. മാത്രവുമല്ല, അപ്പച്ചയുടെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി കൂടിയായിരുന്നില്ലേ. ചേച്ചി ഇങ്ങനെ ആരോടെങ്കിലും ഇടപഴകുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആര്യനോട് ഭയമായിരുന്നു, ധനേട്ടനോട് ബഹുമാനവും. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പുരുഷനോട് ഇങ്ങനെ അടുത്തിടപഴകുന്നത്. ഇത് എന്തിൻ്റെയെങ്കിലും തുടക്കമാവോ? ആര്യനിൽ നിന്നും രക്ഷപ്പെടാൻ ദൈവം ചേച്ചിക്കൊരുക്കിയ പച്ചത്തുരുത്താണോ? അങ്ങനെയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ധനൻ അതും പറഞ്ഞ് ഗൗരിയെയും അർജുനെയും നോക്കി. പരസ്പരം എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണയ്ക്ക് എന്നും പ്രിയപ്പെട്ടവൻ അവളുടെ ആര്യപുത്രൻ അർജുനൻ എന്ന പാർത്ഥനായിരുന്നു. ഗൗരി കൃഷ്ണയാണ്. യജ്ഞസ്വേനിയായ ദ്രൗപദി. ഒരു മുജ്ജന്മ ബന്ധം പോലെ അവളിലേക്ക് വന്നവനാണ് അർജുൻ. നാളുകളേറെ കൊഴിഞ്ഞു തുടങ്ങി. ഗൗരി സ്കൂളിൽ ജോയിൻ ചെയ്തു. ആദ്യത്തെ കുറച്ച് ദിവസം ധനനാണ് അവളെ കൊണ്ടാക്കിയത്. പിന്നീട് ഗൗരി ബസ്സിലായി യാത്ര. ധനൻ്റെയും ദേവിയുടെയും വിവാഹത്തിനുള്ള ഡേറ്റ് കുറിച്ച് വിശ്വനാഥൻ കൊണ്ടുവന്നു. അമ്പലത്തിൽ വെച്ച് താലി കെട്ടി. മുൻപ് തീരുമാനിച്ചതുപോലെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു റിസപ്ഷൻ നടത്താനിരുന്നത്. സത്യങ്ങളെല്ലാം നാട്ടുകാർ അറിഞ്ഞത് കൊണ്ട് തന്നെ ആരും ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചില്ല. എല്ലാവർക്കും അറിയേണ്ടത് ഗൗരി എവിടെയെന്നായിരുന്നു. ഗൗരിക്ക് ജോലി കിട്ടിയെന്നും ദൂരെ ഒരിടത്ത് ഹോസ്റ്റലിൽ നിൽക്കുകയാണെന്നും മാഷ് പറഞ്ഞു. കാർത്തിക ഇടഞ്ഞു തന്നെയാണ് നിൽപ്പ്. ഗൗരിയെ കണ്ടുപിടിക്കാനുള്ള തക്കം പാർത്ത് ആര്യനും ചുറ്റിക്കറങ്ങി നടന്നു. അങ്ങനെ വിവാഹ ദിവസം വന്നെത്തി. തൻ്റെ കഥകളൊക്കെ തന്നെ അർജുനോട് ഗൗരി പറഞ്ഞിരുന്നു. ആര്യനെ കൊല്ലാനുള്ള കലിയുണ്ടായിരുന്നു അവന്. ആര്യൻ്റെ മുൻപിൽ നിന്ന് ഒളിച്ചോടാതെ ധൈര്യമായി അവനെ നേരിടണമെന്ന് അർജുൻ അവൾക്ക് ധൈര്യം കൊടുത്തു. ഒരിക്കലെങ്കിലും അവന് മുൻപിൽ പതറാതെ നിന്നിരുന്നുവെങ്കിൽ അവൻ ഇത്രയും ദ്രോഹിക്കില്ലായിരുന്നുവെന്ന് അർജുൻ പറഞ്ഞു. വിവാഹത്തിന് പോകുന്നില്ലെന്ന് പറഞ്ഞു മാറി നിന്ന ഗൗരിയെ അർജുനാണ് ധൈര്യം കൊടുത്തു പറഞ്ഞു വിട്ടത്. മെറൂൺ കളർ സാരിയെടുത്ത് പൊട്ടും കൺമിഷിയും മാത്രം തൊട്ട് കയ്യിൽ ഇലച്ചീന്തുമായി ഗൗരി അർജുൻ്റെ അടുത്തേക്ക് വന്നു. പോവാറായോ? അർജുൻ പുഞ്ചിരിയോട് ചോദിച്ചപ്പോൾ ഗൗരി ഇലച്ചീന്തിൽ നിന്ന് അല്പം ചന്ദനമെടുത്ത് അവൻ്റെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. നെറ്റിയിൽ ഒരു തണുപ്പ് വന്നു നിറയുന്നത് അർജുൻ അറിഞ്ഞു. അവൻ്റെ മനോഹരമായ പുഞ്ചിരി അറിയാതെ നോക്കി നിന്നുപോയി അവൾ. അംബിക പോകുന്നില്ല. അർജുൻ ഉള്ളതുകൊണ്ട് അവൻ്റെ കൂടെ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞ് അംബിക ഒഴിഞ്ഞു മാറി. വർഷങ്ങളായുള്ള ഒറ്റപ്പെടലിൻ്റെ വേദന മറന്ന് പെട്ടെന്ന് അവരോട് അടുക്കാൻ കഴിയില്ല തനിക്ക് എന്ന് അംബിക മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ധനനെയും ദേവിയെയും മനസ്സ് തിറഞ്ഞ് അനുഗ്രഹിച്ചു. വിശ്വനാഥൻ അയച്ച ധനന്റെ കാറിലായിരുന്നു അവരുടെ യാത്ര. അർജുൻ പകർന്നു തന്ന ധൈര്യത്തിൽ ആര്യനെ നേരിടണമെന്ന തീരുമാനത്തോടെയാണ് ഗൗരി നിന്നത്. ദേവിയെ മാഷ് വന്ന് നേരത്തെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അവിടെ വെച്ചാണ് അവളുടെ ഒരുക്കമെല്ലാം. അമ്പലത്തെ പിന്നിൽ ധനൻ കാർ നിർത്തി. അവിടുന്ന് വിശ്വനാഥൻ്റെ ഒപ്പം നടന്ന് ബന്ധുക്കളുടെ അടുത്തേക്ക് പോയി. ഗൗരി നേരെ ദേവിയുടെ അടുത്തേക്കും പോയി. മയിൽപീലി നിറത്തിലുള്ള സാരിയിൽ ദേവി ഒരു ദേവിയെപ്പോലെ അണിഞ്ഞൊരുങ്ങി നിന്നു. വർഷങ്ങളായുള്ള തൻ്റെ പ്രണയം എല്ലാ തടസ്സവും മറികടന്ന് തന്നിലേക്ക് വന്നു ചേരുകയാണ്. ദേവിയുടെ കണ്ണുകൾ തിളങ്ങി. കാർത്തിക വിട്ടു നിൽക്കുകയായിരുന്നു. എങ്കിലും മാഷ് മുഹൂർത്തം ആയതും ദേവിയുടെ കൈ പിടിച്ച് നടയിലേക്ക് നടന്നു. പിന്നാലെ ഗൗരിയും. വസുന്ധരയുടെയും വിശ്വനാഥൻ്റെയും നടുവിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ധനൻ. മുഹൂർത്തമായതും തിരുമേനി എടുത്തു കൊടുത്ത താലിമാല ധനൻ ദേവിയുടെ കഴുത്തിൽ ചാർത്തി. നെറുകയിൽ കുങ്കുമവും ചാർത്തി. പരസ്പരം ഇരുവരും തുളസിമാല അണിഞ്ഞു. ബാക്കി ചടങ്ങുകളെല്ലാം ഓഡിറ്റോറിയത്തിലാണ്. അവിടുന്ന് അവർ നേരെ ഓഡിറ്റോറിയത്തിലെത്തി. ഒരു നാട് മുഴുവൻ ഉണ്ടായിരുന്നു വിവാഹത്തിന്. ഏറ്റവും പിന്നിലായിരിക്കുന്ന ആര്യൻ്റെ തീക്ഷ്ണമായ കണ്ണുകൾ ഗൗരി പകപ്പോടെ തിരിച്ചറിഞ്ഞു. എത്രയൊക്കെ ധൈര്യം സംഭരിച്ചു നിന്നെങ്കിലും അവൻ്റെ മുൻപിൽ വീണ്ടും വീണ്ടും തോൽക്കുകയാണ്. മനസ്സിലപ്പോൾ അർജുൻ്റെ മുഖം ഓർമ്മ വന്നു. എവിടുന്നൊക്കെയോ ഒരു ധൈര്യം ഉണ്ടാവുകയാണ്. ആര്യൻ്റെ നോട്ടത്തിന് മുന്നിൽ ആദ്യമായി പതറാതെ ധൈര്യത്തോടെ നിന്നു ഗൗരി. അവളുടെ തീക്ഷ്ണമായ നോട്ടത്തിൽ ആര്യനൊന്ന് പതറിയെങ്കിലും പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. നീ ഇവിടുന്ന് തിരിച്ചു പോകില്ല ഗൗരി. നിന്നെ നേടാൻ പലതും ഞാൻ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അത് തന്നെ ആവർത്തിക്കും. ഈ മണ്ഡപത്തിൽ ഇന്ന് 2 വിവാഹങ്ങളായിരുന്നു നടക്കേണ്ടത്. പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ട് നീ എല്ലാം ഇല്ലാതാക്കി. ജീവിതകാലം മുഴുവൻ നീ എൻ്റെ കാൽച്ചുവട്ടിലുണ്ടാവണം. അതിന് ഇനി നീ തിരിച്ചു പോകരുത്. പോകാൻ അനുവദിക്കില്ല ഞാൻ. ആര്യൻ മനസ്സിലുറപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോകുന്നത് കണ്ട് ഗൗരി ആശ്വാസത്തോടെ നിന്നു. ഗൗരിയോട് ഓരോരുത്തരോരോന്നൊക്കെ ചോദിച്ചു. പലർക്കും അറിയേണ്ടത് അന്നത്തെ സംഭവമായിരുന്നു. ഗൗരി കഴിവതും ഒഴിഞ്ഞു മാറി. സദ്യയൊക്കെ കഴിഞ്ഞ് ഗൃഹപ്രവേശത്തിനുള്ള സമയമായി.
ഗൗരി അവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഒറ്റയ്ക്ക് പോകണമെന്ന് ധനൻ പറഞ്ഞു. ഇനി ഒറ്റയ്ക്ക് ജീവിക്കാൻ ശീലിക്കണമെന്ന് ഗൗരി ഉറപ്പോടെ പറഞ്ഞപ്പോൾ ധനൻ പിന്നെ എതിരൊന്നും പറഞ്ഞില്ല. ദേവി വസുന്ധര നൽകിയ നിലവിളക്കുമായി മേലടത്തെ മരുമകളായി പടി കയറി. സന്ധ്യയായിട്ടും ഗൗരിയെ കാണാത്തതുകൊണ്ട് അംബിക ഫോൺ എടുത്ത് ധനനെ വിളിച്ചു. അവിടെ തിരക്കായതുകൊണ്ട് തന്നെ ധനൻ ഫോൺ എടുക്കാൻ പറ്റിയില്ല. അംബിക ആധിയോടെ അർജുൻ്റെ അടുത്തേക്ക് വന്നു. ഗൗരി ഇതുവരെ വന്നിട്ടില്ല അർജുൻ, എനിക്കെന്തോ ഭയമാവുന്നു. അർജുൻ വർദ്ധിക്കുന്ന ഹൃദയമിടിപ്പോടെ എഴുന്നേറ്റിരുന്നു. അംബിക ഒന്നുകൂടി ധനനെ വിളിച്ചപ്പോൾ അവൻ കോൾ എടുത്തു. അമ്മൂട്ടിയെ, എന്തായി? തിരക്കായിപ്പോയി, അതാ വിളിക്കാഞ്ഞേ. ഗൗരി എപ്പോൾ എത്തി? ഗൗരി ഇതുവരെ എത്തിയിട്ടില്ല കണ്ണാ. കരച്ചിൽ വന്നിരുന്നു അംബികയ്ക്ക്. എത്തിയില്ലെന്നോ? മണ്ഡപത്തിൽ നിന്ന് അവൾ നേരെ വന്നത് അങ്ങോട്ടേക്കാണല്ലോ. ഉച്ചക്കിറങ്ങിയതല്ലേ? ധനൻ പകപ്പോടെ ചോദിച്ചുപോയി. അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കണ്ണാ. അംബിക കരഞ്ഞുപോയി. അർജുൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞു. ആര്യനെ പറ്റി അവൾ പറഞ്ഞിരുന്നതാണ്. താനാണ് അവളെ നിർബന്ധിച്ചു പറഞ്ഞു വിട്ടത്. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ധന, അവൻ ആര്യൻ. അർജുൻ്റെ ശബ്ദമാണ് ധനനെ ഞെട്ടിപ്പിച്ചത്. മണ്ഡപത്തിൽ അവൻ വന്നിരുന്നുവെന്ന് ദേവി പറഞ്ഞിരുന്നു. വെറുതെ ഇരിക്കില്ല അവൻ. ടെൻഷനോടെ നടക്കുന്ന ധനനെ കണ്ട് ദേവിയും വസുന്ധരയും അവനെ നോക്കി. എന്താ മോനെ? ഗൗരി ഇതുവരെ വീട്ടിലെത്തിയിരുന്ന്. അവൾ ഉച്ചയ്ക്ക് പോയതല്ലേ? ദേവി നെഞ്ചിൽ കൈവച്ചുപോയി. ധനേട്ടാ, അവൻ ആര്യൻ, അവനുണ്ടായിരുന്നു ചേച്ചിയുടെ പിന്നാലെ. കണ്ടുപിടിക്കാം, ഞാൻ അന്വേഷിക്കട്ടെ. ധനൻ കാറുമെടുത്ത് പുറത്തേക്ക് പോയപ്പോൾ ദേവി വിതുമ്പിക്കൊണ്ട് വസുന്ധരയുടെ ചുമലിൽ ചാഞ്ഞു. അർജുൻ പ്ലാസ്റ്റർ ഇളക്കിയ കാല് വലിച്ചു വലിച്ച് നടന്ന് ഹാളിലെത്തി. കുട്ടിയെ, നീ എന്തി കാട്ടണേ? അംബിക ഞെട്ടലോടെ അവനെ നോക്കി. കാല് നിലത്ത് കുത്താമെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ ടീച്ചർ. ഗൗരിയെ കാണാനില്ലെന്ന് അറിഞ്ഞ് ഞാൻ എങ്ങനെയാണ് അവിടെ സമാധാനമായി കിടക്കുന്നത്? ഞാൻ കാറും എടുത്ത് പോയിട്ട് വരാം. കാർ ഓടിക്കാറായിട്ടില്ല നീ. എന്നെക്കാളും നിന്നെ നന്നായി നോക്കിയത് അവളല്ലേ. അവൾ തിരിച്ചു വരുമ്പോൾ നിന്റെ അവസ്ഥ കണ്ട് വിഷമിക്കണമെന്നാണോ? അംബിക ചോദിച്ചപ്പോൾ അർജുൻ നിസ്സഹായനായി സോഫയിലിരുന്നു. ധനൻ ബസ് സ്റ്റോപ്പിലും ഓഡിറ്റോറിയത്തിൻ്റെ അവിടെയെല്ലാം പോയി അന്വേഷിച്ചു. ജംഗ്ഷനിലെ CCTV ചെക്ക് ചെയ്തു. ഒരു ബസ്സിലും ഗൗരി കയറിയിട്ടില്ലെന്ന് മനസ്സിലായി. ധനൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ നേരെ കാറെടുത്ത് ആര്യൻ്റെ വീട്ടിലേക്ക് പോയി.